ഇത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സമൂഹത്തിലേക്ക് അറിയപ്പെടുന്നതുണ്ട്. ഇപ്പോൾ പണ്ട് പലപ്പോഴും അതൊന്നും അറിയില്ല. ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു എന്നുള്ളത് രോഗനിർണയം തന്നെ പലപ്പോഴും നടത്തുന്നില്ല. നടത്തിയാൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്നും അങ്ങനെയല്ല സ്ഥിതി. അതാണ് ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം യഥാർത്ഥത്തിലുള്ള ഇൻക്രീസ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇൻക്രീസ് എന്തുകൊണ്ട് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ വാക്കിൽ അത് മറുപടി പറയാൻ പറ്റില്ല. ഒന്ന്, നമ്മുടെ ജീവിത രീതിയിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥ, പരിസ്ഥിതി, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, എല്ലാ തരത്തിലുള്ള പൊല്യൂഷൻ, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഇതിന് കാരണമാണ്. ആക്ച്വലി ക്യാൻസർ എന്ന് പറയുന്നത് ഒറ്റൊരു അസുഖമല്ല. അപ്പം അത് ശരീരത്തിൽ ഏത് അവയവത്തെയും ക്യാൻസർ ബാധിക്കാം. അപ്പോൾ ലക്ഷണങ്ങളും അതനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ വായിലോ തൊണ്ടയിലോ ഉണ്ടാകുന്നത് മുഴ രൂപത്തിലോ തടിപ്പ് രൂപത്തിലോ അല്ലെങ്കിൽ വ്രണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. മൂത്രസഞ്ചിയിലുള്ള ക്യാൻസർ ആണെങ്കിൽ രക്തത്തിലൂടെ മൂത്രം പോവുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരിക, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. ഗർഭാശയത്തിൻ്റെ ക്യാൻസർ ആണെങ്കിൽ സ്ത്രീകൾക്ക് ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വെള്ളപ്പൊക്ക്, അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാം. അപ്പോൾ ഓരോ അവയവത്തിനനുസരിച്ചും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായ ലക്ഷണങ്ങൾ ഇത് ക്യാൻസർ ലക്ഷണമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സംശയം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്നാലും ചില അപായ സൂചനകളുണ്ട്. ഓരോ അവയവത്തിനും പറയുകയാണെങ്കിൽ ചില അപായ സൂചനകളുണ്ട്. ആദ്യം രോഗലക്ഷണങ്ങൾ ഗൗരവമുള്ളതാണോ അല്ലയോ നോക്കണം. ഏത് ലക്ഷണങ്ങളായാലും അത് നീണ്ടു നിൽക്കുന്ന ലക്ഷണങ്ങളാണെങ്കിൽ, അതായത് സ്ഥായിയായി നിൽക്കുന്ന ലക്ഷണങ്ങളാണെങ്കിൽ എപ്പോഴും അതിനൊരു പരിഗണന കൊടുക്കണം. ഉദാഹരണത്തിന് അകാരണമായ ക്ഷീണം, കാരണമൊന്നുമില്ല, ഡയബറ്റീസ് ഇല്ല, അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ വായുക്ഷോഭം അല്ലെങ്കിൽ സ്തംഭനം, അല്ലെങ്കിൽ വയറ്റിലൂടെ മലത്തിലൂടെ രക്തം പോകുക, അല്ലെങ്കിൽ ചുമച്ചിട്ട് കഫത്തിൽ ചുമയിൽ രക്തം പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ സ്ഥായിയായി നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനൊരു വെയിറ്റേജ് കൊടുക്കണം. അപ്പോൾ അത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കാം എന്നുള്ള അപായ സൂചനകൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ തുടർന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ പല പൊതുവായിട്ടുള്ള മറ്റു ചില അസുഖങ്ങൾക്കുണ്ട്. ഉദാഹരണം, കഫത്തിൽ രക്തം പോകുന്നതൊക്കെ പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ട്യൂബർക്കുലോസിസിലാണ്. അപ്പോൾ നേരെ മറിച്ച് സ്ഥിരമായിട്ട് പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അപ്പോൾ അയാൾക്ക് ഇങ്ങനത്തെ ഉള്ളൊരു ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു വെയിറ്റേജ് കൊടുക്കണം. എപ്പോഴും സംശയം, ഒരു ഇൻഡെക്സ് ഓഫ് സംശയം എപ്പോഴും കൂടുതലുണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തുടർന്നുള്ള ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ജീവിതശൈലിയിലുള്ള മാറ്റം ഒന്ന്, നമ്മൾക്കിപ്പം ഉദാഹരണത്തിന് അമിതവണ്ണം അല്ലെങ്കിൽ ദുർമേധസ്. അപ്പോൾ ഈ അമിതവണ്ണം ദുർമേധസ്സും ചിലതരം ക്യാൻസറുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വളരെയധികം പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വൻകുടലിൻ്റെ ക്യാൻസർ, ഗർഭാശയത്തിൻ്റെ ക്യാൻസർ, പാൻക്രിയാസ് ഗ്രന്ഥിൻ്റെ ക്യാൻസർ, ആമാശയത്തിൻ്റെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ, ഇങ്ങനെ പല തരത്തിലുള്ള ഇങ്ങനത്തെ ക്യാൻസറുകളും ഈ അമിതവണ്ണവും ദുർമേധസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരുപാട് പരിസ്ഥിതി പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റ്, അതിൽ തന്നെ ചുവന്ന മാംസത്തിൻ്റെ കൂടുതൽ ഉപയോഗം, റെഡ് മീറ്റ് എന്ന് പറയും, ബീഫ്, മട്ടൺ, അതുപോലെയുള്ള മീറ്റുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വൻകുടലിൽ അല്ലെങ്കിൽ മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസറുകൾ കൂടുതലാണെന്ന് കാണുന്നുണ്ട്. പിന്നെ ഫുഡ് ഹൈജീനിലുള്ള വ്യത്യാസം, അതായത് കൂടുതൽ അമിത ഊഷ്മാവിൽ ഉപയോഗിച്ചതും ഓവർ ഹീറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇട്ടുള്ള ഭക്ഷണങ്ങൾ, ടിന്നിലടച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ ക്യാൻസർ രീതിയിലേക്ക് ചില പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ആണുങ്ങളിൽ ശ്വാസകോശ അർബുദം, ലങ്സ്, അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, പിന്നെ വയറിലുള്ള കുടലിലെയും ആമാശയത്തിലെയും ക്യാൻസറുകൾ, വായിലെ ക്യാൻസർ. ഇതാണ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സ്തനാർബുദം, പിന്നെ ഗർഭാശയകള ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ. ഇത് രണ്ടുമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. രോഗിക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇത് ക്യാൻസർ ആയിരിക്കുമോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും. കാരണം പലപ്പോഴും ഇതിനങ്ങനെ ഒരു സീരിയസ് നേച്ചറുള്ള ഒരു ലക്ഷണങ്ങൾ പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് വയറിലെ ക്യാൻസർ തന്നെ എടുക്കുകയാണെങ്കിൽ പലർക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കുള്ള അസിഡിറ്റി, അല്ലെങ്കിൽ പുളിച്ചത് കെട്ടൽ, അല്ലെങ്കിൽ വായുക്ഷോഭം, ദഹനക്കുറവ്,
അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നിസ്സാരമായ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അത് ക്യാൻസർ ലക്ഷണമാണോ എന്ന് ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പലപ്പോഴും പറ്റില്ല. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ട്, അത് പിന്നെ വെയിറ്റ് തൂക്കക്കുറവിലേക്ക് നയിക്കുന്നുണ്ട്, വിശപ്പില്ലായ്മയിലേക്ക് നയിക്കുന്നുണ്ട്, ക്ഷീണത്തിലേക്ക് നയിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം സ്വയം ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക, അതിനനുസരിച്ചുള്ള പരിശോധനകൾ ചെയ്തു നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രാഥമിക തലത്തിൽ പലപ്പോഴും ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാവും, പക്ഷേ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് പലപ്പോഴും സാധ്യമല്ല. നമ്മളിപ്പോൾ ഒരു ബിസി ആയിട്ടുള്ള ഒരു OPയിൽ പേഷ്യൻസ് ഇങ്ങനത്തെ സിംറ്റംസ് വന്ന് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണോ ആ ലക്ഷണങ്ങൾക്കെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാവില്ല. അപ്പോൾ റിപ്പീറ്റഡായിട്ട് ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് രോഗിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏർലി ഡിറ്റക്ഷന് കഴിയുള്ളൂ. പിന്നെ ചിലതരം ക്യാൻസറുകൾ ഏർലി ഡിറ്റക്ഷൻ നമുക്ക് സ്ക്രീനിങ് മുഖേന കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്ന് സ്ത്രീകളിലെ സ്തനാർബുദം, അതേപോലെ തന്നെ ഗർഭാശയകള ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയും, അതേപോലെ തന്നെ ഓറൽ ക്യാൻസർ, വായിലും തൊണ്ടയിലുണ്ടാകുന്ന ക്യാൻസറുകൾ, തൊലിപ്പുറമേയുള്ള ക്യാൻസറുകൾ, പിന്നെ കുടലിനെ ബാധിക്കുന്ന ക്യാൻസറുകൾ. ഇത്തരം ക്യാൻസറുകൾ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ചില ഗൈഡ് ലൈൻസ്, മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ആർക്ക് എപ്പോൾ മാമോഗ്രാഫി ചെയ്യണം, എപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്യണം തുടങ്ങിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് നിലവിലുണ്ട്. മിക്കപ്പോഴും ക്യാൻസർ ചികിത്സയിൽ വിവിധ തരത്തിലുള്ള ചികിത്സകൾ വേണ്ടിവരും. സർജറി വേണ്ടിവരും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കീമോതെറാപ്പി വേണ്ടിവരും, അല്ലെങ്കിൽ റേഡിയേഷൻ വേണ്ടിവരും. അപ്പോൾ ഏതൊക്കെ സ്റ്റേജിന് അല്ലെങ്കിൽ ഏതൊക്കെ അവയവത്തിൽ ബാധിച്ച അസുഖങ്ങൾക്ക് ഏത് തരം സ്റ്റേജിന് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിശ്ചയിക്കുന്നത് മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഉദാഹരണമായിട്ട് ആരംഭദശയിലുള്ളൊരു സ്തനാർബുദമാണെന്ന് വിചാരിക്കും. ആദ്യമായി ചെയ്യേണ്ട ചികിത്സ സർജറി ആയിരിക്കും. അതേ സ്തനാർബുദം തന്നെ അത്യാവശ്യം കുറച്ച് കൂടിയ രീതിയിലാണെങ്കിൽ ആരംഭത്തിൽ നമ്മൾ കീമോതെറാപ്പി ചെയ്തിട്ട് അത് ചുരുക്കിയെടുക്കും, അതിനുശേഷമായിരിക്കും സർജറി ചെയ്യുന്നത്. അതേ സ്തനാർബുദം തന്നെ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട് ശരീരത്തിൽ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ സർജറി ചെയ്യില്ല, ചിലപ്പോൾ കീമോതെറാപ്പി മാത്രം കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. എല്ലാതരം ക്യാൻസർ ചികിത്സയ്ക്കും അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് ചികിത്സ പൂർത്തിയാക്കാൻ പറ്റില്ല. അത് ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമല്ല, എല്ലാ ചികിത്സാ രീതികൾക്കുള്ള ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇപ്പം ഉദാഹരണത്തിന് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം സാധാരണ സൈഡ് എഫക്ട്സ്, സർജറീൻ്റെ സൈഡ് എഫക്ട്സ് പലപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി ഒന്നും അത്ര ചർച്ച ചെയ്യാറില്ല. പലപ്പോഴും കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയാണ് നമ്മൾ കൂടുതലും ക്യാൻസർ ചികിത്സയിൽ പറയാറുള്ളത്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതോടുകൂടി തന്നെ സ്വാഭാവിക കോശങ്ങൾക്കും കുറച്ച് നാശനഷ്ടം ഉണ്ടാക്കും. പക്ഷേ ഈ സ്വാഭാവിക കോശങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് റിക്കവർ ചെയ്യും. അപ്പോൾ റിക്കവർ ചെയ്തിട്ട് അത് വീണ്ടും അത് നോർമലായിട്ട് എത്തും. അപ്പോൾ ഈ റിക്കവറി പ്രോസസ്സിനുള്ളിൽ ഇടയിൽ രോഗിക്ക് ചെറിയ സാധാരണ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ആണ്. സാധാരണ ഒന്ന് ഓക്കാനം വരാം, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വരാം, വായിൽ പുണ്ണ് വരാം, വയറിളക്കം വരാം, ഭക്ഷണത്തിനോട് താല്പര്യം കുറയാം, കൈകാൽ വേദനകൾ, കടച്ചിൽ, അങ്ങനെയുള്ള സാധാരണ സൈഡ് എഫക്ട്സ്. പിന്നെ ലാബറട്ടറി പരിശോധന ചെയ്യുമ്പം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ്, അല്ലെങ്കിൽ WBC കൗണ്ട് കുറവ്, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറവ്, ഇങ്ങനെയുള്ള ചില വ്യതിയാനങ്ങളുണ്ടാവും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊരു താൽക്കാലിക പ്രശ്നം മാത്രമാണ്. അതൊന്നും സ്ഥായിയായ സൈഡ് എഫക്ട്സുകളല്ല. സ്ഥായിയായ സൈഡ് എഫക്ട്സുകൾ വളരെ കുറവാണ്. അതായത് ദീർഘകാലം ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന സൈഡ് എഫക്ട്സ്, അതായത് സ്ഥായിയായ സൈഡ് എഫക്ട്സുകൾ വളരെ കുറവാണ്. ചിലപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തരിപ്പ് കടച്ചിലുണ്ടാവും. ചിലപ്പോൾ ചില മരുന്നുകളുടെ സവിശേഷത കൊണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ ഞരമ്പുകളൊക്കെ ബാധിച്ചിട്ട് ഈ തരിപ്പ് കടച്ചിൽ ഒരു 25% ഓഫ് പേഷ്യൻസിൽ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നൊരു സൈഡ് എഫക്ട്സ് ആണ്. മുടി കൊഴിച്ചിലൊരു സ്ഥായിയായ സൈഡ് എഫക്ട്സ് അല്ല, താൽക്കാലികമാണ്, മുടി തിരിച്ചു വരും. അതുപോലെ ഒട്ടുമിക്ക സൈഡ് എഫക്ട്സുകളും ആ സമയത്തുള്ള ചികിത്സക്കിടയിലുള്ളൊരു ടെമ്പററി ഫിനോമിനൻ മാത്രമാണ്. അത് നമ്മൾ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അനുബന്ധ ചികിത്സകൾ കൊടുത്തിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് ഒരു ഭീകര പ്രശ്നമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചികിത്സാ വിജയമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഒരു ശത്രുവിനെ നമ്മൾ ഒരു യുദ്ധം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ നാശനഷ്ടങ്ങളുണ്ടാവും, പക്ഷേ ആ നാശനഷ്ടം ആരും ഹൈലൈറ്റ് ചെയ്യാറില്ല. ആ വിജയം മാത്രമാണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പം ചില്ലറ സൈഡ് എഫക്ട്സുകളെ പറ്റി നമ്മൾ കൂടുതൽ ബോധവാന്മാരായി അതിനെപ്പറ്റി പറയുകയായിട്ട് ചികിത്സ തന്നെ വേണ്ടാന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട് പലപ്പോഴും സൈഡ് എഫക്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ. അതാണ് സംഭവിക്കുന്നത്.
പൊതുവെ നമുക്ക് ക്യാൻസറിന് 2 തരത്തെ കണക്കാക്കാം. ഒന്ന് പരിപൂർണ്ണ ചികിത്സ കൊടുത്ത് മാറ്റാൻ പറ്റുന്ന ടൈപ്പ്. ഒന്ന് ചികിത്സ കൊടുത്ത് മാറാത്ത ടൈപ്പ്, അതായത് പാലിയേറ്റീവ് ആയിട്ടുള്ള ചികിത്സകൾ. നിരന്തരം ചികിത്സിക്കേണ്ടി വരും അങ്ങനത്തെ കേസുകൾക്ക്, ലൈഫ് ലോങ് ചികിത്സിക്കേണ്ടി വരും. ചികിത്സ കൊടുത്ത് മാറ്റാൻ പറ്റുന്ന മിക്ക ക്യാൻസറുകളും ഒരു നിശ്ചിത പരിധി കാലയളവിൽ നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സർജറി ചെയ്തു, അല്ലെങ്കിൽ കീമോ ചെയ്തു, റേഡിയേഷൻ ചെയ്തു, ആ പീരീഡ് അത് മാക്സിമം ഒരു 4 to 6 months. അത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റെ നിരീക്ഷണത്തിൽ മാത്രമാണ്, ഒബ്സർവേഷനിൽ മാത്രമാണ്. മറ്റേതിൽ പാലിയേറ്റീവ് തെറാപ്പിയിൽ എന്താണെന്ന് സംഭവിക്കുന്നത് വെച്ചാൽ പേഷ്യന് നിരന്തരം കെയർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പാലിയേറ്റീവ് കെയറിൽ ഒരുപാട് പൈസ ചിലവ് വരും. പേഷ്യൻ്റ് ഒരു സെറ്റ് കീമോ കൊടുത്തു, പിന്നെയും കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെയും വരുന്ന അസുഖം, അതിനിടയ്ക്കുള്ള ശാരീരിക അവശതകളൊക്കെ നേരിടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് അടിക്കടി സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. നേരെ മറിച്ച് ആരംഭത്തിലുള്ള ക്യാൻസറുകൾ ഒരു നിശ്ചിത തുകയെ ചിലവാകുന്നുള്ളൂ. അതിപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ ഒരു മേജർ സർജറി മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി ചികിത്സിക്കുന്നു, അതുപോലുള്ള ചിലവാണ് പലപ്പോഴും വരുന്നുള്ളൂ. പിന്നെ കീമോതെറാപ്പി മരുന്നുകളൊക്കെ പണ്ടത്തെ കാണാൻ വില കുറഞ്ഞാണ് ഇപ്പോൾ വരുന്നത്. പണ്ട് നമുക്ക് ഇമ്പോർട്ടഡ് മെഡിസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ വെർഷൻസ് അല്ലെങ്കിൽ ജനറിക് വെർഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വിലകൾ വളരെ കൂടുതലായിരുന്നു. ഇന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള മേഖലയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസം ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ ദിവസം മെഡിസിൻ്റെ വില കുറയുകയാണ് ചെയ്യുന്നത്. അനുബന്ധ ചികിത്സാ ചിലവുകളാണ് നമുക്ക് കൂടുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ്റെ ചിലവ്, അതുപോലെ ടെസ്റ്റുകളുടെ ചിലവ്, അതൊക്കെ കൂടി വരുന്നുണ്ട്. ആക്ച്വലി മരുന്നിൻ്റെ അസച്ച് വില അപ്പോൾ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു മോളിക്യൂളിൻ്റെ വിലയല്ല ഇപ്പോൾ. മിക്ക ക്യാൻസറുകളും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണോ എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ്. അപ്പോൾ ആരംഭ ദശയിലുള്ള ക്യാൻസർ ആണെങ്കിൽ മിക്കതും പരിപൂർണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ക്യാൻസറുകൾ മാത്രമേ അതിന് അപവാദമുള്ളൂ. അപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏർലി സ്റ്റേജിലുള്ള ക്യാൻസർ ചികിത്സിച്ച് കഴിഞ്ഞ് മാറ്റാൻ പറ്റും. പക്ഷേ സ്റ്റേജ് അനുസരിച്ച് കൂടുന്നതനുസരിച്ച് പലപ്പോഴും ഇത് ഒരിക്കൽ മാറിയാൽ തന്നെ ഒരുപക്ഷെ രണ്ടാമത് വരാനുള്ള റിസ്ക്, റിലാപ്സ് അല്ലെങ്കിൽ റിക്കറൻസ് വരാനുള്ള റിസ്ക് അതിൻ്റെ ഇനീഷ്യലി സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരംഭ സ്റ്റേജ് 1 പേഷ്യൻറ്റിന് മിക്കപ്പോഴും 95% അല്ലെങ്കിൽ 100% ചാൻസ് ഓഫ് സക്സസ് ഉണ്ടാവും ക്യൂർ. അങ്ങനെയല്ല മറിച്ച് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 2 അങ്ങനെയുള്ള പേഷ്യൻസിന് വീണ്ടും അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെ പലപ്പോഴും വീണ്ടും ചികിത്സ കൊടുക്കുകയും വീണ്ടും നല്ല രീതിയിൽ മാറ്റാനും പരിപൂർണമായിട്ട് മാറ്റാനും പറ്റുന്ന ഭൂരിഭാഗം ക്യാൻസറുകളുമുണ്ട്. ചില ക്യാൻസറുകൾ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകളുണ്ടോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ചിലപ്പം കാണുമ്പോൾ തന്നെ ചിലപ്പം സ്റ്റേജ് 4 ആയിട്ടോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റാത്ത രൂപത്തിലോ ഉള്ള സ്റ്റേജ് ആയിരിക്കാം. എന്നാൽ തന്നെ ഇത് തികച്ചും നിരാശാവഹമല്ല ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ. കാരണം പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ കൂടി നമുക്ക് ശാസ്ത്രീയമായ ചികിത്സ കൊടുത്ത് രോഗിയുടെ ആയുർദൈർഘ്യം കൂട്ടാനും ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ലക്ഷണങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോകാനുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ പരിപൂർണമായി മാറുമോ എന്നുള്ളതായിരിക്കില്ല അങ്ങനെയുള്ള കേസിലുള്ള ചോദ്യം. പരിപൂർണമായി മാറിയില്ലെങ്കിൽ കൂടി മറ്റ് സ്ഥായിയായ മറ്റ് അസുഖങ്ങളെ പോലെ ചികിത്സ കൊടുത്ത് മുന്നോട്ട് നീങ്ങാനും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടാനും സാധ്യതയുള്ള കേസ്. പുതിയ ഡെവലപ്മെൻറ്റ്സ് എല്ലാ മേഖലകളിലുണ്ട് ചികിത്സയിൽ, ക്യാൻസർ ചികിത്സയിൽ. അത് സർജറിയുടെ മേഖലകളിലുണ്ട്, കീമോതെറാപ്പിയുടെ മേഖലകളിലുണ്ട്, റേഡിയേഷൻ്റെ മേഖലകളിലുണ്ട്, ഇതൊക്കെ ഉണ്ട്. സർജറിയിൽ തന്നെ പല തരത്തിലുള്ള പണ്ട് കാലത്ത് അവയവങ്ങൾ മുറിച്ച് മാറ്റി ഉള്ള സർജറി ഒക്കെ ആയിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് മുഴുവൻ മുറിച്ച് മാറ്റിയിട്ടുള്ള ചികിത്സ അങ്ങനെയുള്ളതൊക്കെ മാറി. പലപ്പോഴും ആരംഭദശയിലുള്ള ബ്രസ്റ്റ് ക്യാൻസറൊക്കെ സ്ഥലം നിലനിർത്തിക്കൊണ്ട് തന്നെ മുഴ മാത്രം എടുത്തിട്ടുള്ള ചികിത്സ, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നമുക്ക് സാധ്യമാണ്. അതേപോലെ കൈകാലുകളിലുണ്ടാകുന്ന അസ്ഥികളിലൊക്കെ ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് മൊത്തം അവയവം തന്നെ അല്ലെങ്കിൽ കൈകാലം മുറിച്ച് മാറ്റാതെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇംപ്ലാൻ്റൊക്കെ വെച്ചിട്ടുള്ള പുതിയ സർജറികൾ നമുക്ക് ആവശ്യമാണ്. സ്വനപേടകത്തിനെയൊക്കെ ബാധിക്കുന്ന ബ്ലാഡർ ക്യാൻസറിനൊക്കെ ബാധിച്ചു കഴിഞ്ഞാലും പലപ്പോഴും അത് അവയവം മുഴുവൻ മുറിച്ച് മാറ്റാതെ കൺസർവ് ചെയ്തുകൊണ്ടുള്ള സർജറികൾ നമുക്ക് വളരെയധികമാണ്. പിന്നെ അതിലും വലിയൊരു ഇങ്ങനത്തെ മേഖലയിലുള്ള വേറൊരു ഡെവലപ്മെൻറ്റാണ് റോബോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള റോബോട്ടിക് സർജറി എന്ന് പറയും. റേഡിയേഷൻ ചികിത്സാ മേഖലയിലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ബേസിക്കലി നമ്മൾ റേഡിയേഷൻ ഉപയോഗിക്കുന്ന മെഷീനുകളിലുണ്ടായ മാറ്റങ്ങൾ, ഇപ്പോൾ നമുക്ക് ടെക്നോളജി നമുക്ക് കൂടി വരുന്നുണ്ട്, നോളജ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ബയോടെക്നോളജി അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസിലുണ്ടായ ഡെവലപ്മെൻറ്റ്സും ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനും കാരണമാണ്.
അപ്പോൾ പുതിയ മെഷീൻസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് തന്നെ റേഡിയേഷൻ്റെ സൈഡ് എഫക്ട്സ് കുറച്ചും കൊണ്ട് അത് മാക്സിമം ക്യാൻസർ കോശങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണ കോശങ്ങളെ സ്പെയർ ചെയ്തുകൊണ്ടുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൈഡ് എഫക്ട്സും കുറവ്. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ചികിത്സകൾ കുറച്ച് കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ കൺവെൻഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിനേക്കാളും കൂടുതൽ കോസ്റ്റ് ഇങ്ങനത്തെ മെഷീനുകൾക്ക് വരും. പക്ഷേ അത് രോഗിക്കുണ്ടാക്കുന്ന അവശതകൾ കുറയ്ക്കും, സൈഡ് എഫക്ട്സുകൾ കുറയ്ക്കും, ദൈർഘ്യം കുറയ്ക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ. ക്യാൻസറിൻ്റെ നമുക്ക് പറയാനുള്ളത്, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കും വരാം, ഏത് പ്രായത്തിലും വരാം, ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും റേസിലും ഒക്കെ വരാം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ വേൾഡ് ക്യാൻസർ ഡേക്ക് ഓരോ തീമുണ്ട്. വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 4-നാണല്ലോ. അപ്പോൾ ഓരോ വർഷം ഓരോ തീമുണ്ട്. ഈ വർഷത്തെ തീം എന്ന് വെച്ചാൽ വി ക്യാൻ ഐ ക്യാൻ എന്നാണ്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കളക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് കളക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ പ്രതിരോധിക്കുക, പിന്നെ പരിസ്ഥിതി, പൊല്യൂഷൻ, എല്ലാ തരത്തിലുള്ള പൊല്യൂഷൻ, ഡയറ്റ്, എക്സസൈസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സാമൂഹ്യ തലത്തിൽ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ഫലവത്താക്കാനും എല്ലാവർക്കും ചികിത്സ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെയാണ് ഹൺഡ്രഡ്. പിന്നെ വ്യക്തി എന്ന നിലയ്ക്ക് ഓരോ വ്യക്തിക്കും ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. വ്യക്തി ശുചിത്വം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എക്സസൈസ്, ഡയറ്റ്, സ്മോക്കിംഗ് കൺട്രോൾ, ആൽക്കഹോൾ, കീടനാശിനികൾ, അതുപോലെയുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വി ക്യാൻ ഐ ക്യാൻ എന്ന ഒരു തീം ഈ വർഷം കൊടുത്തിരിക്കുന്നത്.